സംസ്ഥാനത്തെ മദ്യനയം SR ശക്തിധരൻ അതോടൊപ്പം ഡോക്ടർ വേണുമോഹൻ SRS മുഖ്യമന്ത്രി പറയുന്നത് ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പാണ് മുഖ്യമന്ത്രി പറയുന്നത് 10 വർഷം കൊണ്ട് സംസ്ഥാനത്ത് മദ്യലഭ്യത ഇല്ലാതാക്കും അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ എന്നുള്ളതാണ്. ബാറുകൾ നിയന്ത്രിക്കുന്നതടക്കം ബാറുകൾ അടച്ചുപൂട്ടുന്നതടക്കമുള്ള കണക്കുകൾ വ്യക്തമാക്കുമ്പോൾ മദ്യലഭ്യതയുടെ കണക്കുകളും അനധികൃതമായി പ്രവർത്തിക്കുന്ന ബാറുകൾ എത്രമാത്രം സംസ്ഥാനത്ത് നിൽക്കുന്നു. ഒരു ഉദാഹരണമായി പീപ്പിൾ TV ഇപ്പോൾ പുറത്തുവിട്ട വാർത്ത അനധികൃത ബാറുകൾ പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും എവിടെ എങ്ങനെ എന്നും വാർത്താ സംഘം കണ്ടെത്തുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരും. SRS ശക്തിധരൻ, TG മോഹൻദാസ്, ഡോക്ടർ വേണുമോഹൻ, റെജി ലൂക്കോസ് തുടങ്ങിയവർ അതിഥികളായി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നതായി പീപ്പിൾ വാർത്താ സംഘത്തിന്റെ കണ്ടെത്തൽ. 5 സ്റ്റാർ ബാർ ലൈസൻസിന്റെ മറവിൽ 5 സ്റ്റാർ ഹോട്ടലുകളിലാണ് അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നത്. ഷുക്കൂർ, താങ്കൾ ബാറുമായി ബന്ധപ്പെട്ട നിലപാടുകൾ അവിടെ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും VM സുധീറിന്റെയും ഒക്കെ നിലപാടുകൾ വന്നു കഴിയുന്നു. പീപ്പിൾ TVയുടെ സംഘം അത് ഒളിക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങളും ആ റിപ്പോർട്ടുമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ വീണ്ടും അവതരിപ്പിക്കുന്നത്. അതിനുശേഷം താങ്കൾ അടക്കമുള്ള അതിഥികളുടെ പ്രതികരണത്തിലേക്ക് വരാം. സുനിൽ അരിമാനൂരിന്റെ റിപ്പോർട്ടിലേക്ക്. സ്റ്റാർ ഹോട്ടലുകളിൽ അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പീപ്പിൾ വാർത്താസംഘം സത്യാവസ്ഥ തേടിയിറങ്ങിയത്. തിരുവനന്തപുരം കഠിനംകുളത്തുള്ള ലേക്ക് പാലസ് ഹോട്ടലിലെത്തിയ ഞങ്ങൾ ആദ്യം ബാറിന്റെ കാര്യം റിസപ്ഷനിൽ ചോദിച്ചു. അവിടെയുണ്ടായിരുന്ന ജീവനക്കാരൻ എക്സിക്യൂട്ടീവ് ബാറിലേക്കാണ് ഞങ്ങൾക്ക് വഴികാട്ടിയത്. എക്സിക്യൂട്ടീവ് ബാറിലെത്തിയപ്പോൾ അവിടെ യാതൊരു വിദേശ മദ്യവും എക്സിബിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. സംശയം കൊണ്ട് ചോദിച്ച ഞങ്ങളോട് ലോക്കൽ ബാർ തൊട്ടടുത്ത റൂമിലുണ്ടെന്നും അവിടെ പോകുന്നതാണ് സാമ്പത്തികമായി ലാഭമെന്നും ബാർ ജീവനക്കാരൻ പറഞ്ഞു. ലോക്കൽ ബാറിലെത്തിയ ഞങ്ങളെ ഞെട്ടിച്ചത് 5 സ്റ്റാർ ഹോട്ടലിൽ പ്രവർത്തിക്കുന്ന ലോക്കൽ ബാറിന്റെ പോലും നിലവാരമില്ലാത്ത കൗണ്ടറിൽ നിന്നുപോലും മദ്യപിക്കുന്നവരുടെയൊക്കെ നിറഞ്ഞ സാന്നിധ്യമുള്ള ബാറിന്റെ കാഴ്ചയായിരുന്നു. ഇവിടെ മദ്യം വേണമെങ്കിൽ ആദ്യം കൗണ്ടറിൽ പോയി ആവശ്യമുള്ള മദ്യത്തിന്റെ പേര് പറഞ്ഞ് പണം നൽകി ബില്ല് വാങ്ങണം. അതിനുശേഷം ഈ ബില്ലുമായി മദ്യം വിളമ്പുന്ന കൗണ്ടറിലെത്തി മദ്യം വാങ്ങി അവിടെ നിന്ന് കഴിക്കുകയോ മുൻവശത്തിട്ടിരിക്കുന്ന കസേരകളിലിരുന്ന് കഴിക്കുകയോ ചെയ്ത് മടങ്ങണം. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ദിവസവും ഈ സ്റ്റാർ ഹോട്ടലിന്റെ പുറത്തുള്ള ഊടുവഴിയിലൂടെ മദ്യപിക്കാനായി എത്തുന്നത്. മദ്യത്തിന്റെ ബില്ല് ചോദിച്ച ഞങ്ങൾക്ക് ഒരു തുണ്ടുകടലാസിൽ തുക രേഖപ്പെടുത്തി ജീവനക്കാരൻ നൽകുകയായിരുന്നു. കൂടുതൽ പേരും ഇവിടെ നിന്ന് മദ്യം പാഴ്സലായി വാങ്ങി മടങ്ങുന്നതും ഞങ്ങളുടെ ഒളിക്യാമറയിൽ പതിഞ്ഞു. അതേസമയം ഹോട്ടൽ ലേക്ക് പാലസിൽ 2 ബാർ ഉണ്ടെന്നതും ബാറിലേക്ക് പ്രത്യേക വഴിയുണ്ട് എന്ന കാര്യവും ബാറിലെ ഫുഡ് ആൻഡ് ബിവറേജസ് ഡയറക്ടർ മനോജ് കുമാർ തന്നെ സമ്മതിക്കുന്നു. പിന്നെ പോരാത്തതിന് പുറത്ത് ഒരു പ്രത്യേക ബാർ അല്ലേ? പ്രത്യേക ബാർ, അതാണ് യഥാർത്ഥ ബാർ. ഞങ്ങളെ അതിന്റെ ബാറിൽ നമ്മുടെ സാധാരണ നമ്മുടെ റെസ്റ്റോറന്റിന്റെ ഹോട്ടലിന്റെ ബാക്ക് സൈഡിൽ വഴിയുള്ള ഇതാണ്. നിങ്ങളുടെ എക്സിക്യൂട്ടീവ് ബാറിലും ഈ ബാറിലും മദ്യത്തിന് ഒരേ വിലയാണോ? നമുക്കത് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് അവിടെ കൊടുക്കുന്നത്. എക്സൈസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരത്തിലും കഠിനംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് 300 മീറ്റർ അകലെയുമാണ് ഈ നിയമലംഘനം നടക്കുന്നത്. കൊച്ചി, കൊല്ലം തുടങ്ങിയ ജില്ലകളിലും ഇത്തരത്തിൽ അനധികൃത ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 7:30 പ്രവർത്തനം ആരംഭിക്കുന്ന ഈ ബാറാണ് 5 സ്റ്റാർ കാറ്റഗറിയിൽപ്പെട്ട സർക്കാർ ലൈസൻസ് കൊടുത്ത് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. എക്സൈസ് അധികാരികളും അതുപോലെ മറ്റെല്ലാവരും കണ്ണടച്ചുകൊണ്ടുള്ള ഒരു സമീപനം തന്നെയാണ് ഇതിനുള്ളിലൊന്നതും ശ്രദ്ധേയമാണ്. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരിമാനം. യെസ്, മറ്റ് അതിഥികളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഷുക്കൂർ, പൂർണ്ണമായ നിയമലംഘനം സംസ്ഥാനത്ത് നടക്കുന്നു. നടപടി ആവശ്യമുണ്ടോ? ആ നടപടികൾ എടുക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച വരുന്നുണ്ടോ? താങ്കൾ ഈ വാർത്തയെ ഏതു തരത്തിൽ കാണും? സർക്കാരിന്റെ വീഴ്ച ആയിട്ട് ഇതിന് ഇത്തരം കാര്യങ്ങളെ കാണാൻ കഴിയില്ല. ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമാനുസൃതമായി നിയമപരമായുള്ള ബാറുകളുടെ പ്രവർത്തനങ്ങളാണ് അനിവാര്യം. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അടിയന്തരമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അത് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേരളത്തിൽ വ്യാജമദ്യം ഒഴുകാൻ സാധ്യതയുണ്ട്, മദ്യ ദുരന്തമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യത്തിൽ പോലും ഇത്തരം കാര്യങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലം, ഇതുവരെ ഇല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഉണ്ട് എങ്കിൽ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, SR ശക്തിധരൻ,
അദ്ദേഹം ഒരു തരത്തിൽ ഉദ്യോഗസ്ഥരുടെ നടപടിയാണ് എ ഷുക്കൂർ. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും സ്ഥാനാർത്ഥികളോടും ഒക്കെ തിരക്കിട്ട യാത്രക്കിടയിലാണ് നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ടെലിഫോണിൻ്റെ റേഞ്ച് അടക്കമുള്ളവ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അദ്ദേഹം അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയാണ് പീപ്പിൾ ടി വിയുടെ ഈ വാർത്ത. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ ശക്തമായ നടപടി ഉദ്യോഗസ്ഥ തലത്തിൽ എടുക്കേണ്ടതാണ്. ആ ഭാഗങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഉദ്യോഗസ്ഥ തലത്തിൽ നടപടി വരേണ്ടതാണ്. പക്ഷേ ഈ മദ്യനയത്തിൽ ഇത്തരം നടപടികളിലേക്ക് പോകാൻ ബാർ ഉടമകളെ പ്രേരിപ്പിക്കുന്ന തരത്തിലൊരു വൈകല്യം കാണാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇപ്പോൾ ഈ അടുത്ത കാലത്താണല്ലോ 5-6 ബാറുകൾക്ക് 5 സ്റ്റാർ ബാറുകൾക്ക് ലൈസൻസ് കൊടുത്തത്. അതിലൊരു ബാറിൻ്റെ ചിത്രമാണിപ്പോൾ പീപ്പിൾ ടി വി വെളിയിലേക്ക് വിട്ടിട്ടുള്ളത്. ഇത് കേരളത്തിലെ മറ്റ് ഭാഗങ്ങളിൽ അനുവദിച്ചിട്ടുള്ള ബാറുകളിലും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. കാരണം അവർ പൈസ മുടക്കുന്നത് വെറുതെ അല്ലല്ലോ. ഇപ്പം ഈ 6 ബാറിന് 6 ശരിക്കും കൊടുത്തത് 8 ബാറിന് ഇപ്പോൾ അനുവാദം കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഇനി 5 സ്റ്റാറിന് കൊടുക്കില്ല. ഇതൊക്കെ ആരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നു? ഈ രാജ്യത്ത് പണമുള്ളവന് എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഒന്നാന്തര ഉദാഹരണമാണിത്. അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ഇങ്ങനെ ബാറുകൾ നിരോധിക്കുകയും മദ്യത്തിൻ്റെ ലഭ്യത കുറച്ച് കൊണ്ടുവരാനും ഔട്ട്ലെറ്റുകൾ ഇല്ലാതാക്കാനും ഒക്കെ തീവ്ര ശ്രമം നടത്തുന്നു പറയുന്ന അതേ ഗവൺമെൻറ് തന്നെ അതേ കരങ്ങൾ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നടപടികളും നടത്തുന്നു. ഇത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇത് ആളുകൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഈ ഒരൊറ്റ കാര്യത്തിൻ്റെ പുറത്ത് തുടർഭരണം ഉണ്ടാക്കാമെന്നാണോ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരും ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. നമുക്ക് ഒരു അനുഭവമുണ്ട് ഇവിടെ ചാരായം നിരോധിച്ചത്. എൻ്റെ ഏറ്റവും ബഹുമാന്യനായ എൻ്റെ ഒരു സ്നേഹിതനും അതുപോലെ തന്നെ നേതാവുമായ മറ്റേ AK ആൻ്റണി, ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന AK ആൻ്റണി ഇവിടെ ചാരായ നിരോധനം വരുത്തിയിട്ട് ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഉണ്ടായതെന്ന് കോൺഗ്രസ്സുകാർക്ക് നല്ല അനുഭവമുണ്ട്. അവരുടെ ചെകിടത്തടി കിട്ടിയത്. ആ കാലത്ത് തന്നെ ആളുകൾ പറയുമായിരുന്നു കേരളത്തിലെ 14 ജില്ലകളിലെ തലസ്ഥാന നിയമസഭകൾ മുഴുവൻ കോൺഗ്രസ്സിന് നഷ്ടപ്പെടുമെന്ന്. എന്ന് വെച്ചാൽ പട്ടണങ്ങൾ. ആ രീതിയിലുള്ള അമർഷമായിരുന്നു ജനങ്ങളിലുണ്ടായിരുന്നു. അത് ശരിയായിരുന്നില്ലേ എന്ന് അവരൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. എ ഷുക്കൂർ, ആ വിമർശനം വരുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ അടക്കമാണ് നടപടി ഉണ്ടാകണം. താങ്കളുടെ നിലപാടിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഒരു മാധ്യമം ഇത്തരത്തിൽ വാർത്തകൾ കൈകാര്യം ചെയ്യുമ്പോൾ നടപടി ആവശ്യപ്പെടുന്നു ഒരു രാഷ്ട്രീയ നേതാവ്. അതിനപ്പുറത്തേക്ക് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, ഉദ്യോഗസ്ഥ തലത്തിലെ നടപടിക്കപ്പുറം ബാർ ഉടമകളെ ഇത്തരം നിയമലംഘനത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അവിടെ നയവൈകല്യം, സർക്കാരിന്റെ നയവൈകല്യം എന്ന ആക്ഷേപമാണ് ശക്തം. എ ഷുക്കൂർ, ഒരിക്കലുമില്ല. സർക്കാരിന്റെ നയവൈകല്യമായിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് ബീഹാർ ഗവൺമെന്റ് കേരളത്തിലെ മദ്യനയം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിൽ നിലപാടെടുത്തു പോയത്? കേരളത്തിലെ മദ്യനയം ജയലളിത സർക്കാരിന് ഇനിയും അധികാരത്തിൽ വരാനുള്ള ഒരു മാർഗം എന്ന തരത്തിൽ അവരത് ഉയർത്തിപ്പിടിക്കുന്നത് എന്തുകൊണ്ട്? ജയലളിതയുടെ ഭാഗമായ കേരളത്തിലെ ബാർ ഹോട്ടലുകളുടെ ഉടമ സംഘത്തിന്റെ നേതാവായ ബിജു രമേശ് ജയലളിതയുടെ സ്ഥാനാർത്ഥിയാകുമ്പോഴും ബിജു രമേശ് ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ മദ്യവിരുദ്ധ നയത്തിന് അനുകൂലമായിട്ടല്ലാത്ത നിലപാടെടുത്ത ജയലളിതയുടെ നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഇത് മാത്രമാണോ ഇപ്പോൾ പറയുന്നത്? കേട്ടു 8 ബാറുകൾ അനുവദിച്ചതിൽ ഇതിനകത്ത് രാഷ്ട്രീയമായി അല്ലെങ്കിൽ നയവിരുദ്ധമായ നടപടികളാണ്. എങ്ങനെയാണ് അതാകുക? കേരളത്തിലെ ഈ അടുത്ത കാലത്ത് 8 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാറ് കൊടുക്കാനുള്ള തീരുമാനങ്ങൾ എങ്ങനെ ഉണ്ടായി? ആലപ്പുഴയിലെ മമത ഹോട്ടൽ എനിക്കറിയാവുന്നതാണ്. കൊച്ചിയിലെ നമ്മുടെ പക്ഷേ എ ഷുക്കൂർ, ആ കണക്കുകളൊക്കെ നിൽക്കുമ്പോഴും നയമനുസരിച്ചാണ് താങ്കൾ സംസാരിക്കുന്നത്. പക്ഷേ അവിടെ പ്രവർത്തിക്കുന്ന അനധികൃത കൗണ്ടറുകളെ കുറിച്ച് ഇപ്പോൾ പീപ്പിൾ ടി വി പുറത്തുവിട്ട വാർത്തയുടെ സാരാംശം ഒന്ന് ശ്രദ്ധിക്കൂ. അവിടെ എക്സിക്യൂട്ടീവ് ബാർ ഉണ്ട്, അത് പ്രവർത്തിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ഒരു കൗണ്ടർ പ്രവർത്തിക്കുന്നു. 140 രൂപയ്ക്ക് ആ എക്സിക്യൂട്ടീവ് ബാറിൽ ലഭിക്കുന്ന മദ്യം താങ്കൾക്ക് അടക്കമുള്ളവർക്ക് 70 രൂപയ്ക്ക് ഈ കൗണ്ടറിൽ കിട്ടും. അവിടെ യഥേഷ്ടം വിൽക്കുകയാണ്. 3 കുപ്പി എന്നുള്ളിടത്ത് 300 കുപ്പി, അതായത് 140 എന്നുള്ള സ്ഥലത്ത് 70 രൂപയ്ക്ക് മദ്യം കിട്ടുന്നു ആ കൗണ്ടറിൽ. ചോദ്യങ്ങൾ വളരെ വ്യക്തമാണ്. 10 മണി മുതൽ 10 മണി വരെ പ്രവർത്തനമാണെങ്കിൽ 7:30 ആ കൗണ്ടർ പ്രവർത്തിക്കുന്നു. വരുന്നതെല്ലാം സാധാരണക്കാർ.
ആ കാര്യങ്ങളെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയുമോ എ ഷുക്കൂർ? ഒരിക്കലും കണ്ണടച്ച് ഇരുട്ടാക്കുന്നില്ല. ഞാൻ ഒന്ന് പറയട്ടെ, ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ബാറുകൾ ഉണ്ട് എന്ന് കൈരളി പീപ്പിൾസ് TV കണ്ടുപിടിച്ചു എങ്കിൽ ആ കണ്ടുപിടിച്ചത് വളരെ ഗൗരവമുള്ളതാണ്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരം ബാറുകൾ അങ്ങനെ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലുകൾ അതിനെതിരെ കർശന നടപടി ഉദ്യോഗസ്ഥന്മാരെടുക്കേണ്ടതാണ്. അതിന് കൂട്ടുനിൽക്കാൻ പാടില്ല. മാത്രവുമല്ല, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മദ്യ ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വ്യാജമദ്യം ഒഴുകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട്. അപ്പോൾ ഇതിൽ അനാസ്ഥ കാട്ടിയത് ആരാണ്? ഒരു ഭരണനിർവഹണത്തിന്റെ നയം നടപ്പാക്കുന്ന ഘട്ടത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമാണ്. അതിന്റെ നടപടിയാണ് ആവശ്യം. ഇലക്ഷൻ കമ്മീഷൻ പോലും അക്കാര്യത്തിൽ നടപടിയെടുക്കണം, അത്തരത്തിലേക്ക് പോകണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഒരു സംശയം വേണ്ട. ഇത് ഏതോ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ്. ഇത് ബോധപൂർവം ചെയ്യുന്നതാണ്. ഇത് അവസാനിപ്പിക്കാൻ സർക്കാർ പെൻഷനറി നീങ്ങണം. സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യത്തിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഇത്തരം കാര്യങ്ങളുള്ളപ്പോൾ ഏതെല്ലാം തരത്തിൽ അത് നിയമപരമായി നടപടിയെടുക്കാവോ അതെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന കൂട്ടത്തിലാണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ. പിന്നെ കഴിഞ്ഞ കാലത്തെ ചാരായ നിരോധനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ എന്തായാലും സാമൂഹ്യമായി ഈ മദ്യനയത്തിന് അനുകൂലമായ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അത് മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കി എന്നുള്ളതും കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ്. LDF വിചാരിച്ചാലും അതിനെ തകർക്കാനാകില്ല എന്ന് കൂടി പറയാനാണ് ഈ തലത്തിൽ ആഗ്രഹിക്കുന്നത്. യെസ്, വ്യക്തമാണ് താങ്കൾ ആ നിലപാട്. പീപ്പിൾ TV പുറത്തുവിട്ട ആ വാർത്ത അത് അന്വേഷിക്കണം, അതിൽ കുറ്റക്കാരുണ്ടെങ്കിൽ നടപടിയെടുക്കണം, ഗൂഢാലോചന എന്നുള്ള സംശയം നിലനിൽക്കുന്നു, താങ്കൾ ഉന്നയിക്കുന്നു, അതും അന്വേഷണ വിധേയമാക്കണം എന്നുള്ള താങ്കളുടെ ആ നിലപാട് വളരെ നന്ദി. ആ നിലപാട് ഞാൻ എന്താണ് എന്നുള്ളതാണ് അത് ഏറ്റവും വേഗത്തിൽ പ്രാവർത്തികമാകട്ടെ. ശ്രീ എ ഷുക്കൂർ, വളരെ നന്ദി പ്രതികരിച്ചതിന്. TG മോഹൻദാസിലേക്ക്. TG, SRS ചൂണ്ടിക്കാണിച്ചത് അതിൻ്റെ നയവൈകല്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ എ ഷുക്കൂർ പറയുന്നു അത് AK ആന്റണിയുടെ അതോടൊപ്പം തന്നെ VM സുധീരൻ്റെതും ഉമ്മൻചാണ്ടിയും പരസ്യ പ്രസ്താവന നടത്തുന്നതടക്കമാണ് 10 വർഷം കൊണ്ട് കേരളത്തെ സമ്പൂർണ്ണ മദ്യ വിമുക്തമാക്കും. നേതാക്കൾ പറയുന്നതോടൊപ്പം പ്രകടന പത്രികയും അത് വാഗ്ദാനം നൽകുന്നു. പക്ഷേ കണക്കുകൾ ഒട്ടും ശരിയല്ലല്ലോ TG. താങ്കൾ ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ 806 ബിയർ വൈൻ പാർലറുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഇവിടെ ഒരു LDF രാഷ്ട്രീയമോ UDF രാഷ്ട്രീയമോ അല്ല. മദ്യവർജനമാണ് നയമെങ്കിൽ, അടുത്ത 10 വർഷം കൊണ്ട് സമ്പൂർണ്ണ മദ്യവിമുക്ത കേരളമാണ് ലക്ഷ്യമെങ്കിൽ, ഒരു സർക്കാർ അതിൻ്റെ മുഖ്യമന്ത്രി അടക്കം അവകാശപ്പെടുന്നതിൻ്റെ നേരും നെറിയുമാണ് ഈ ചർച്ച. 806 ബിയർ വൈൻ പാർലറുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. കണക്കാണ് 806 എണ്ണം അവിടെ പ്രവർത്തിക്കുമ്പോൾ ഇതിനു പുറമെ താങ്കൾ ആ കണക്കുകൾ ശ്രദ്ധിക്കുക. 806, ഇതിനു പുറമെ 306 ബിവറേജസ് ഔട്ട്ലെറ്റുകൾ, കോടികളുടെ മദ്യം വിൽക്കുന്നത്. അതോടൊപ്പം 33 ക്ലബ്ബുകൾക്ക് നൽകിയിട്ടുള്ള ലൈസൻസ്, അവിടെ യഥേഷ്ടം മദ്യം വിൽക്കാം. VIP-കളും ഉദ്യോഗസ്ഥ പ്രമുഖരും അതോടൊപ്പം രാഷ്ട്രീയക്കാരെയും ഒഴിവാക്കണ്ട, അവിടെ ആ ക്ലബ്ബുകളിലെത്തി മദ്യപിക്കാം. അവർക്ക് 5ഓളം ആൾക്കാരെ കൂട്ടിച്ചേർക്കാം. 806 ബിയർ വൈൻ പാർലറുകൾ, 306 ബിവറേജസ് ഔട്ട്ലെറ്റുകൾ, 33 ക്ലബ്ബുകൾ, പ്ലസ് പീപ്പിൾ TV ഇപ്പോൾ പുറത്തുവിട്ട ഈ അനധികൃത കൗണ്ടറുകൾ. പിന്നെ എങ്ങനെയാണ് നാം മദ്യവർജനം എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുക? മദ്യലഭ്യതയുടെ തോത് ഏതെങ്കിലും തരത്തിൽ കുറയുന്നുണ്ടോ, കുറച്ചിട്ടുണ്ടോ? TG മോഹൻദാസ്. അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞാൻ പറയാം. മദ്യലഭ്യത കുറച്ചിട്ടില്ല. മദ്യനിരോധനത്തിലേക്കോ മദ്യവർജനത്തിലേക്കോ ഒരു ചെറു ചുവട് പോലും കേരളം വെച്ചിട്ടുമില്ല. നമുക്കെല്ലാം ഓർമ്മയുള്ള കാര്യമില്ലെന്നേ, മാസങ്ങൾക്ക് മുമ്പ് നടന്നതല്ലേ. ഈ VM സുധീരനും ഉമ്മൻചാണ്ടിയും തമ്മിലുണ്ടായ ഒരു ചക്കളത്തി പോരാട്ടത്തിൻ്റെ ഫലമാണ് ഈ 5 സ്റ്റാറിന് മാത്രമായിട്ട് ബാറ് അനുവദിക്കുക എന്നൊക്കെ പറയുന്ന നയപരിപാടി എന്ന് പറഞ്ഞത് തന്നെ കോൺഗ്രസിനുള്ളിലെ ഒരു ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗം മാത്രമാണ്. ഒരാലോചനയും ഇല്ലാതെ ചെയ്തതാണ്. ഇത് അസംബ്ലിയിൽ വെച്ച് പാസ്സാക്കിയെടുത്തതാണോ ഈ നയം? അല്ലല്ലോ. ഓരോ വർഷം മാറ്റാവുന്നൊരു നയമാണ് അബ്കാരി പോളിസി എന്ന് പറയുന്നത്.
അത് തോന്നിവാസം വിട്ട് ഇവർ ഗ്രൂപ്പ് വഴക്കിന് ഉപയോഗിച്ചിട്ട് ഈ അവസ്ഥയിലെത്തി. ഇപ്പം ഞാൻ പറയട്ടെ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആ ബാറുകാരൻ തന്നെ സമ്മതിച്ചല്ലോ, ഞങ്ങൾക്കൊരു കൗണ്ടറുണ്ട്, ആ കൗണ്ടറിൽ വില കുറച്ച് മദ്യം വിൽക്കുന്നുണ്ട്. അയാൾ ധൈര്യമായിട്ട് ഇത് പറയാൻ കാര്യം എന്താ? 5 സ്റ്റാറുകൾക്ക് നിങ്ങൾ ബാർ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു കൗണ്ടർ അയാൾ വെച്ച് കുറഞ്ഞ വിലയ്ക്ക് മദ്യം വിറ്റാൽ എന്ത് തെറ്റ് പറയാൻ പറ്റും? നിയമദൃഷ്ട്യാ ഒരു തെറ്റും പറയാൻ പറ്റില്ല. ഞാൻ നോക്കിയിട്ട് അതിനകത്ത് നിയമലംഘനം ആകെയുള്ളത് ആ ഒരു ഇടവഴിയുണ്ടല്ലോ, ഒരു സെപ്പറേറ്റ് എൻട്രൻസ്. ആ എൻട്രൻസ് സുപ്രീം കോടതി ഇവരോട് ചോദിച്ചിരുന്നു, നിങ്ങൾ 5 സ്റ്റാറിന് ലൈസൻസ് കൊടുക്കുമ്പോൾ അത് ബൈപ്പാസ് ചെയ്തിട്ട് സാധാരണക്കാർക്ക് അതിലെ ഒരു വഴിയും നമ്മൾ സാധാരണ ഭാഷയിൽ നിപ്പനടിക്കുക എന്ന് പറയും, ഇതിൽ നിന്നുകൊണ്ട് മദ്യപിച്ച് ഓടിപ്പോവുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ഏർപ്പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കേരള സർക്കാർ സത്യവാങ്മൂലം കൊടുത്തു, ഇല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. കാരണം നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ട് ചുറ്റുപാടുമുള്ള 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ ഈ ഏർപ്പാട് നിലവിലുണ്ടായിരുന്നു. പുറത്തുനിന്നൊരു കൗണ്ടർ, ആ പുറത്തുനിന്നുള്ള വഴി മാത്രമാണ് ഞാൻ നോക്കിയിട്ട് ഒരു അനധികൃതം എന്ന് പറയാനുള്ളത്. അകത്ത് അവർക്ക് AC റൂം വയ്ക്കാം, നോൺ AC റൂം വയ്ക്കാം. AC-യുടെ പകുതിയാണ് നോൺ AC എന്ന് പറയാം. നമ്മൾ ഈ പറയുന്ന പോലെ മത്സ്യത്തൊഴിലാളിയോ അല്ലെങ്കിൽ സാധാരണക്കാർക്കോ അവർക്കൊന്നും 5 സ്റ്റാറിൽ കയറാൻ നിരോധനമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അവർ കയറും, അവർ കുടിക്കും. ഇത് നിങ്ങളുടെ പോളിസി ബുദ്ധിശൂന്യവും ആത്മാർത്ഥതയില്ലാത്തതുമായൊരു പോളിസി ഉണ്ടാക്കിയിട്ട് അതിനെ ചുറ്റിപ്പറ്റി ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമദയനീയമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണിതൊക്കെ. ആത്മാർത്ഥതയുടെ കണികയെങ്കിലും ഉമ്മൻചാണ്ടിക്കോ സുധീരനോ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തെ ഈ ഒരു പടുകുഴിയിലേക്ക് കൊണ്ടുവന്ന് പതിപ്പിക്കുമായിരുന്നില്ല. 7000 കോടി രൂപയുടെ റവന്യൂ നഷ്ടം, മദ്യം ഒരു തുള്ളി കുറഞ്ഞിട്ടുമില്ല. ഞാൻ സോഷ്യൽ സയൻസുകളോട് പറഞ്ഞപ്പോൾ അവരെന്നെ കളിയാക്കുന്നു. അവർ പറയുന്നു, മോഹൻദാസെ നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? ഉമ്മറത്തിരുന്ന് മദ്യപിക്കുന്നതിന് പകരം പുറകിൽ പോയിരുന്ന് മദ്യപിച്ചോ എന്ന് പറയുന്ന പോലെ നിങ്ങൾ പറഞ്ഞു 4 സ്റ്റാറിന് പകരം 5 സ്റ്റാറിൽ പോയിരുന്ന് കള്ളു കുടിച്ചോളാൻ പറഞ്ഞു. ഇതെന്ത് മദ്യനിരോധനമാണെന്നാണ് സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ ചോദിക്കുന്നത്. മൊത്തം ഇതൊരു കപട നാടകമാക്കി കളഞ്ഞു എല്ലാവരും കൂടെ ചേർന്നിട്ട്. ഇനിയെങ്കിലും UDF സത്യസന്ധമായിട്ട് പെരുമാറാൻ ശീലിക്കട്ടെ, എങ്കിൽ മാത്രമേ അവർക്ക് ഗുണം പിടിക്കുകയുള്ളൂ. ഇതൊക്കെ ഭരണാധികാരികൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിൻ്റെ സമ്പദ്ഘടനയും സ്റ്റേറ്റിൻ്റെ സ്വഭാവവും ജനങ്ങളുടെ ജീവിത രീതിയും ഇട്ടാണ് ഇവർ പന്താടുന്നത്. തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുക, ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അവരുടെ പണം നഷ്ടപ്പെടുക, നാളെ എന്തായിരിക്കും പോളിസി എന്നറിയാതെ ആൾക്കാർ വിഷമിക്കുക, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിരന്തരം വ്യവഹാരം നടത്തുക. ഇതെല്ലാം ചേർന്നിട്ട് എങ്ങോട്ടാണ് ഈ സമൂഹത്തെ ഇവർ കൊണ്ടുപോകുന്നത്? പരമദയനീയമായ മഹാവൃത്തികെട്ട ഒരു പോളിസിയും അതിനെ ചുറ്റിപ്പറ്റി കുറേ രാഷ്ട്രീയക്കാരും ഈച്ച പോലെ പറന്നു നടക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ UDF കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, റജി ലൂക്കോസ്, അതിദയനീയമായ അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുചെന്ന് ഇടുക. അവിടെ SRS നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഇപ്പോൾ TG മോഹൻദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു രാഷ്ട്രീയമുണ്ട്. അത് കോൺഗ്രസിലെ നാടകങ്ങളാണ്. ആ നാടകങ്ങൾക്കപ്പുറത്തേക്ക് ഞാൻ നേരത്തെ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചു. ആ രാഷ്ട്രീയം ഏറ്റവും പ്രാമുഖ്യത്തോടെ നിൽക്കുമ്പോഴാണ് കേരളത്തിൽ കണക്കുകൾ പുറത്തു വരുന്നത്. ആ കണക്കുകൾ ഒട്ടും ടാലിയാകുന്നില്ല റജി ലൂക്കോസ്. അങ്ങനെയാണെങ്കിൽ കൺകെട്ട് വിദ്യ നടക്കുന്നു. ആ കൺകെട്ട് വിദ്യയുടെ ഫലം അനുഭവിക്കേണ്ടത് സാധാരണക്കാരും വീട്ടമ്മമാരും. വീട്ടമ്മമാരെയും സാധാരണക്കാരെയും കൂട്ടുപിടിക്കുകയാണ് കേരളം. സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് ഞങ്ങളുടെ നയമടക്കം നേരത്തെ ഷുക്കൂർ വിശദീകരിക്കുകയും ചെയ്തു. റജി ലൂക്കോസ്. കൃത്യമാണ് പ്രദീപിൻ്റെ നിരീക്ഷണം. കേരളത്തിലെ വീട്ടമ്മമാർ ഇന്നൊരു ഭീതിജനകമായ അന്തരീക്ഷത്തിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിലെ മദ്യപന്മാരായിട്ടുള്ള മിക്കവാറും എല്ലാ മനുഷ്യരുടെയും വീടുകൾ ഇന്ന് ബാറായി മാറിക്കഴിഞ്ഞു. ഇന്ന് കൈരളി ചാനൽ പുറത്തുവിട്ടിരിക്കുന്ന ഈ വസ്തുത കേരള ഗവൺമെൻറ് പ്രബുദ്ധരായ മലയാളികളുടെ മുഖത്തോട്ട് കാണിച്ച ഏറ്റവും വലിയ അപമാനമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിലൊക്കെ ഭീകരമായ ഒരു വാർത്ത കേരളം ദർശിച്ചു. ചാലക്കുടിയിലെ എക്സൈസ് ഓഫീസിൽ വ്യാജ കള്ള് നിർമ്മിക്കുന്നു. ചാലക്കുടിയിലെ എക്സൈസ് ഓഫീസിൽ നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. 3 ഉദ്യോഗസ്ഥരെ അവിടെ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ കേരളം മുഴുവനും കൃത്രിമമായ മദ്യങ്ങളുടെയും വ്യാജ വിദേശ മദ്യങ്ങളുടെയും ഒരു വിപണനശാലയായി ഈ ഗവൺമെൻറ് മാറ്റിയിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നടപടിയെ നമുക്ക് 3 തലത്തിൽ കാണാൻ പറ്റും. എന്താണ് ഇതിൻ്റെ തീരുമാനം? ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു ഈ ബാർ നിരോധനം. ഒരു ഏകാധിപതിയെ പോലെ നേരത്തെ TG മോഹൻദാസ് ചോദിച്ച പോലെ കേരള നിയമസഭയോട് അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളോട് ആലോചിക്കുകയോ ഒന്നും ചെയ്യാതെ കൊണ്ട് VM സുധീരൻ എന്ന് പറയുന്ന തൻ്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനോടുള്ള ശത്രുത കൊണ്ട് മാത്രം അദ്ദേഹം ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ ഒരു തുണ്ടുകടലാസിൽ വന്നിട്ട് പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ ബാറുകൾ നിരോധിച്ചു. അത് ജനാധിപത്യ വിരുദ്ധമായിരുന്നു. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്, കേരളത്തിൽ ഒരു ബാറും ഇവിടെ പൂട്ടിയിട്ടില്ല. കേരളത്തിലെ ബാറുകളെല്ലാം തുറന്നു വെച്ചിരിക്കുന്നു. കൂടാതെ കൊണ്ട് ഏതാണ്ട് 60ഓളം
പുതിയ ബിയർ വൈൻ പാർലറുകൾക്ക് ഇവർ സാങ്ഷൻ കൊടുത്തു. അതെല്ലാം തുറന്നിരിക്കുന്നു. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും നിരപരാധികളായ കേരളത്തിലെ മലയാളി സമൂഹത്തിനെ മദ്യത്തിന് അടിമപ്പെടുവാനായിട്ടുള്ള എല്ലാ വാതിലുകളും ഈ ഗവൺമെൻറ് തുറന്നു കഴിഞ്ഞു. മറ്റൊരു ഭീകരമായ യാഥാർത്ഥ്യം മൂന്നാമത്തത്, കേരളത്തിൻ്റെ യുവതലമുറ ഇന്ന് മയക്കുമരുന്നിന് അടിമയായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ നമ്മുടെ ചെറുപ്പക്കാർ, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയിൽ മദ്യത്തിനുപരിയായി മയക്കുമരുന്നുകളുടെ ഒരു വിപണന കേന്ദ്രമായിട്ട് തന്നെ ഇവിടെ മാറിയിരിക്കുകയാണ്. ഇതെല്ലാം ഈ അശാസ്ത്രീയമായ ബാർ നിരോധനത്തിൻ്റെ അല്ലെങ്കിൽ ഇവർ കൊട്ടിക്കൊഴിച്ചിരിക്കുന്ന മദ്യനിരോധനത്തിന്റെ കോൺസിക്വൻസ് ആണ്. അതിന്റെ അനന്തരഫലങ്ങളാണ് യാതൊരു സംശയമില്ല. കണക്കുകൾ അടക്കം സൂചിപ്പിക്കുന്നത്. ജെ അജിത് കുമാറിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ വേണുമോഹൻ, എ ഷുക്കൂർ പറഞ്ഞത് ഒരു രാഷ്ട്രീയ നിലപാട് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് തിരുത്തലുകൾ ആവശ്യമെന്നാണ് ഓരോരുത്തരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി സാധ്യമാണോ? അതിനുള്ള അവസരമുണ്ടോ? അതോ ചെയ്തതെല്ലാം കുളമാക്കി വെച്ചിരിക്കുകയാണോ? താങ്കൾ എങ്ങനെ കാണും? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിൻ്റെ ഏറ്റവും അഭിമാനകരമായ തുറപ്പുചീട്ട് മദ്യനിരോധനം തന്നെയല്ലയോ? ഇപ്പം നിങ്ങൾ ഇവിടെ കാണിച്ച ആ ദൃശ്യങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ ക്രെഡിബിലിറ്റി എത്രയുണ്ടെന്നുള്ളത് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം. ഇനി മെയ് 15 വരെ എത്രയോ ചാനലുകളിൽ, ഇപ്പം കേരളത്തിലെ ബഹുഭൂരിപക്ഷം ചാനലുകളും UDF വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്നതാണെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പണ്ടുള്ള പല സംഭവങ്ങളും എടുത്ത് ചാനലിലൂടെ കാണിച്ച് ജനങ്ങളെ വഴി എത്തിക്കാമെന്നുള്ളതാണ്. ഇത് പണ്ടത്തെ അല്ല, ഇന്നലെ അതാണ് എങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വരും. ഒരു കാര്യം പറയാം, ഉമ്മൻചാണ്ടി സാറിൻ്റെ മദ്യനയം ജനങ്ങളുടെ സാധാരണ വീട്ടമ്മമാരുടെ സാധാരണ ചെറു ഗ്രാമങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. ആ പൾസാണ് താങ്കൾക്ക് ഫീൽ ചെയ്യുന്നത്? ആ പൾസ് ഉണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം പറയാം, ഈ നമ്മൾ മദ്യ നിരോധനം എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ ആണ്. 1960 നിരോധനം അതിലേക്ക് പോകണ്ട, അത് യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക് എനിക്ക് താങ്കൾ പറഞ്ഞതിൽ ഒന്ന് ഫോക്കസ് ചെയ്യാനുള്ളത്, ഒരു ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് 1965 ബഹുമാന്യനായ VV ഗിരി കേരളത്തിന്റെ ഗവർണറായി ഇവിടെ ഗവർണർ ഭരണം നടക്കുമ്പോൾ മദ്യം നിരോധിച്ചതാണ്. 67 EMS സർക്കാരാണ് ഇവിടെ തിരിച്ചത് കൊണ്ടുവന്നത്. 96 AK ആന്റണി, അതിനു മുമ്പ് K കരുണാകരൻ ഉദയഭാനു കമ്മീഷനെ വെച്ചു. 95 AK ആന്റണി ഇത് നിരോധിച്ചപ്പോൾ, 96 ചാരായം നിരോധിച്ചപ്പോൾ അതിന്റെ അനന്തരഫലമായിട്ടല്ല അന്ന് UDF ഭരണം പോയത്. അനലൈസ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ താങ്കൾ പറഞ്ഞ ഡോക്ടർ വേണുമോഹൻ, ഉമ്മൻചാണ്ടിയും AK ആന്റണിയും മണികെട്ടിയത് നിലനിൽക്കുമ്പോൾ ഉമ്മൻചാണ്ടിയും BM സുധീരനും രമേശ് ചെന്നിത്തലയും കൂടെ ചേർന്നുകൊണ്ട് മദ്യനിരോധനം നടപ്പിലാക്കിയപ്പോൾ അതിന് പെട്ടെന്നുണ്ടായ തീരുമാനം, അതിന്റെ ഫലമായിട്ട് ഈ ഗവൺമെന്റിന് ഒത്തിരി ദോഷങ്ങൾ മൊത്തം ആരോപണങ്ങളുണ്ടായി. ഇപ്പം നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രതിരോധങ്ങളും UDF സർക്കാരിനുണ്ടായത് മദ്യം നിരോധിച്ചുകൊണ്ടാണ്. മദ്യ മുതലാളിമാരുടെ ശത്രുത നിൽക്കുന്ന ഈ ഗവൺമെന്റ് ഏറ്റവും വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെന്റ് തിരിച്ചു വരുന്നതിന്റെ ഏറ്റവും വലിയ വിജയം മദ്യ നിരോധനം തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ അധികാരത്തിൽ വരുമ്പോഴാണ് അത്തരം കാര്യങ്ങൾ പരാമർശിക്കുന്നതും. താങ്കൾ സൂചിപ്പിച്ചെടുത്ത് എനിക്ക് ഒന്ന് കോട്ട് ചെയ്തിട്ട് എനിക്ക് അടുത്ത് താങ്കൾ പറഞ്ഞ കണക്കുകളിലേക്കും പോകേണ്ടതുണ്ട്. വീട്ടമ്മമാരെ കുറിച്ച് റെജി ലൂക്കോസും പറഞ്ഞു ഏറ്റവും ശ്രദ്ധേയം വീട്ടമ്മമാരുടെ കണക്കാണെങ്കിൽ, താങ്കളും പറയുന്നു വീട്ടമ്മമാരുടെ ആ ഒരു ഉമ്മൻചാണ്ടിയോടൊക്കെയുള്ള ആരാധന. നമ്മുടെ മഹാനായ ഏറ്റവും വലിയ നേതാവ് AK ആന്റണി കേരളത്തിൽ എന്തായിരുന്നു നടക്കുന്നത്? എല്ലാ വീടുകളും ബാറുകൾ എന്ന് പറഞ്ഞു. അതിലേക്കാണ് ഞാൻ വന്നത്. താങ്കൾ അല്ലേ പറഞ്ഞോട്ടെ. ഏറ്റവും രസകരമായിട്ടുള്ളത് കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിലെ സ്ത്രീ വിഭാഗം ഉമ്മൻചാണ്ടിയെ മനസ്സിലേറ്റുമ്പോൾ ഈ ഉമ്മൻചാണ്ടിയുടെയും നേതാവ് VM സുധീരന്റെയും നേതാവ്, അതാണ് SRS ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 15 സന്ദർഭവും പറയാം, കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ വാർഷിക യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് താങ്കളുടെ അടക്കം നേതാവായ AK ആന്റണി പറഞ്ഞത് വിത്തിൻ കൊട്ടേഷൻസ്, സ്ത്രീകളങ്ങ് ഈ സർക്കാരിനെ നെഞ്ചിലേറ്റി എന്ന് പറയുമ്പോഴാണ്. എന്താ പറയുന്നത്? ബാറിൽ പോയി മദ്യപിച്ച പലരും സർക്കാർ വിദേശ മദ്യശാലയിൽ നിന്ന് കുപ്പി വാങ്ങി വീടുകളിൽ വച്ച് ഉപയോഗിക്കുന്നു. ഇത് എൻ്റെയോ SRSൻ്റെയോ അല്ലെങ്കിൽ TG മോഹൻദാസിൻ്റെയോ റെജി ലൂക്കോസിൻ്റെയോ ഒന്നുമല്ല. ദിവസം പറഞ്ഞു, സന്ദർഭവും സ്ഥലവും പറഞ്ഞു. കുടുംബ ബാറുകളുടെ എണ്ണം 30% വർദ്ധിച്ചുവെന്നും കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സറിയുന്നത് ആരാണ്? AK ആന്റണിയാണോ ഉമ്മൻചാണ്ടിയാണോ? വരാം. അതോടൊപ്പം തന്നെ മദ്യലഭ്യതയുടെ കണക്കുകൾക്ക് അപ്പുറം അതിനടിസ്ഥാനമാക്കുമ്പോൾ
മദ്യം വിറ്റ വകയിൽ വരുമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ടോ? അതും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ അനധികൃതമായി പ്രവർത്തിക്കുന്ന കൗണ്ടറുകൾ ഇതിന് എത്രമാത്രം സഹായകരമാകുന്നു? കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ അനധികൃത കൗണ്ടറുകൾ വഴി മദ്യം യഥേഷ്ടം വിൽപ്പന നടത്തുന്നു എന്ന ദൃശ്യങ്ങൾ സഹിതം പീപ്പിൾ വാർത്താ സംഘം കണ്ടെത്തുമ്പോൾ കണക്കുകൾ ഡോക്ടർ വേണുമോഹൻ അതോടൊപ്പം ജെ അജിത് കുമാർ നേരത്തെ എ ഷുക്കൂർ പാർട്ടിയുടേതായ ചില നിലപാടുകൾ പറയുകയുണ്ടായി. പീപ്പിൾ ടിവിയുടെ വാർത്ത ഏറ്റവും പെട്ടെന്ന് വളരെ കൃത്യമായി അന്വേഷിക്കണം. അതോടൊപ്പം ഉദ്യോഗസ്ഥ തലത്തിലാണ്. നയത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോഴാണ് നേരത്തെ കണക്കുകൾ പറഞ്ഞത്. മദ്യശാലകളുടെ പ്രവർത്തനം, ആ കണക്കുകൾ നോക്കുന്നതോടൊപ്പം കണക്കുകളാണ് ഏറ്റവും വസ്തുതയ്ക്ക് അടിസ്ഥാനം. അപ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി അതിനെ ബേസ് ചെയ്താണ് ഉണ്ടാകേണ്ടത്. നയങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നേരത്തെ പ്രവർത്തിക്കുന്ന മദ്യശാലകളെക്കുറിച്ച് പറഞ്ഞുവെങ്കിൽ സംസ്ഥാനത്ത് കുടുംബ ബാറുകളുടെ എണ്ണം 30% വർദ്ധിച്ചുവെന്ന AK ആന്റണിയുടെ കണക്കുകൾ നിലനിൽക്കുമ്പോൾ മദ്യവിൽപ്പന 2015 ഏപ്രിൽ മുതൽ 2016 മാർച്ച് വരെ 355.95 ലക്ഷം കേസ് മദ്യം ബിവറേജസ് കോർപ്പറേഷൻ വിൽപ്പനശാലകളുടെ. അതാണ് SRS ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ആ കണക്കുകൾ. അതിനപ്പുറത്തേക്കാണ് പീപ്പിൾ TV ഇന്ന് പുറത്തുവിടുന്ന വാർത്തയുടെ പ്രസക്തി. എത്രമാത്രം അനധികൃത കൗണ്ടറുകൾ നിൽക്കുന്നു. ഒന്നാണ് നാം ഉദാഹരണമാക്കുകയാണെങ്കിൽ സംസ്ഥാനത്തുടനീളം എന്ന് പറയുന്ന തരത്തിൽ അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ബിവറേജസ് കോർപ്പറേഷൻ്റെ ഈ കണക്ക് ഞാൻ താങ്കളുടെ മുന്നിൽ പറയുന്നത്. 2015 ബിവറേജസ് കോർപ്പറേഷൻ 2014-15 ഇത് എത്രയായിരുന്നു? 316.17 ലക്ഷം. കഴിഞ്ഞ വർഷം 1012.60 കോടി രൂപയുടെ വിൽപ്പന. നേരത്തെ കേസ് മദ്യത്തിന്റെ വിൽപ്പനയുടെ കണക്കാണ് പറഞ്ഞത്. 316 നിന്ന് 355.95 എന്നുള്ള കണക്കിൽ നിൽക്കുമ്പോൾ 2014 മദ്യത്തിൽ നിന്ന് ലഭിച്ച വരുമാനം 801.14 കോടി രൂപ. 2013 721 കോടി രൂപ. കഴിഞ്ഞ വർഷം 1112.60 കോടി രൂപ. ഇത് സർക്കാരിൻ്റെ കയ്യിലുള്ള കണക്കുകൾ. മന്ത്രി കെ ബാബു നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കുകൾ. ആ കണക്കുകൾ എപ്പോഴും വരുന്നത് അതിൻ്റെ കൃത്യമായ റൂട്ടിൽ കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ പീപ്പിൾ TV ഇപ്പോൾ പുറത്തുവിടുന്ന ഈ വാർത്തയുടെ പ്രസക്തി ഏറ്റവും ഗുരുതരമായിരിക്കും. അനധികൃത കൗണ്ടറുകൾ വലിയ തോതിൽ പ്രവർത്തിക്കുന്നു. അത് ഒരു പഠന സംഘം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആ വരി ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക്. പുതിയ മദ്യനയത്തിനു ശേഷം പല ഔട്ട്ലെറ്റുകളിലും ശീതീകരണം, അതായത് ക്വാളിഫൈഡ് അതിൻ്റെ അവൈലബിലിറ്റി, അവിടുത്തെ ശുചീകരണം അടക്കമുള്ള കാര്യം, എയ്ഡായിട്ട് നൽകുന്ന ഫ്രീ എയ്ഡ്സ്, അതായത് നട്ട്സ് അടക്കമുള്ളത് ഏതു തരത്തിൽ ക്വാളിറ്റി, ഉമ്മൻചാണ്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതടക്കം ഉൾപ്പെടുത്തുന്ന സെൽഫ് സർവീസ് സംവിധാനം, ഇതിനൊക്കെ ചില കാര്യങ്ങളോ മാനദണ്ഡവും ഒക്കെ ബാറിൽ പോകുന്ന എല്ലാവർക്കും അറിയാം. താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് SRS നേരത്തെയുള്ള കണക്കുകൾക്കൊപ്പം ഈ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഡോക്ടർ വേണുമോഹനും ജെ അജിത് കുമാർ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. എ ഷുക്കൂർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നതിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ AK ആന്റണിയും കൂട്ടിച്ചേർത്താൽ? അല്ല, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഈ മദ്യനയം എന്ന് പറയുന്നത് ഒരു നയമേ അല്ലായിരുന്നു, ഒരു ഗവൺമെൻറ് നയമായിട്ട് കൊണ്ടുപോകുന്നതൊന്നുമില്ല. ഇവിടെ മോഹൻദാസ് സൂചിപ്പിച്ചതുപോലെ അന്ന് മറ്റേ VM സുധീരനും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ചക്കളത്തി പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലാവരും ഇത് പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് അവർക്കും അറിയാം, ചർച്ച ചെയ്യുന്നത് നമുക്കും അറിയാം. കാരണം ഇതൊന്നും ഇപ്പോൾ ഈ ഗവൺമെൻറ് ഉടനെ മാറ്റാൻ പോകുന്നില്ല. അവരൊരു നയം എന്നുള്ള രീതിയിലല്ല, ഒരു വർഷത്തെ ഒരു നയം എന്നുള്ള രീതിയിലാണ് സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്ത് ബാറിൻ്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. അത് എടുക്കേണ്ട സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയ ബ്ലോ നമ്മുടെ സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ ഒരുപാട് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച ഒരു നയം ഈ ഗവൺമെൻറ് കൊണ്ടുവന്നത്. അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ്. അതാണ് ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ മറ്റേ മയക്കുമരുന്നുകളും അതുപോലെ തന്നെ കഞ്ചാവും തുടങ്ങി എല്ലാ ലഹരി പദാർത്ഥങ്ങളും സുലഭമായി കിട്ടുന്ന ഒരവസ്ഥയിലേക്കും നമ്മുടെ യുവാക്കന്മാർ അതിനകത്തേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് മാറ്റം വരുത്താൻ ശ്രമിക്കാതെ പെണ്ണുങ്ങളുടെ മനസ്സ് മുഴുവൻ ഇവർക്ക് വോട്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഇവരുടെ ദിവാസ്വപ്നം കാണൽ ഇവർ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. മഹാനായ ആൻ്റണിയുടെ
നേതൃത്വത്തിൽ ചാരായ നിരോധനം കൊണ്ടുവന്നത്. തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അത് ഇവിടെ ആരും തിരിച്ചു കൊണ്ടുവന്നില്ലല്ലോ. എന്നിട്ടിപ്പോൾ നിക്കക്കളിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ LDF വന്നാൽ ബാറുകൾ മുഴുവൻ പൂട്ടിയ ബാറുകൾ എവിടെയാണ് പൂട്ടിയത്? ഒരൊറ്റ ബാർ ഇവിടെ പൂട്ടിയിട്ടുണ്ടോ? കൂടിയിട്ടേ ഉള്ളൂ 10-20 എണ്ണം. അത് ബീർ വൈൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റുകൾ ഇവിടെ ഉണ്ടായി. അതുമാത്രമാണോ? ഇവർ പറഞ്ഞു ഓരോ വർഷവും 10 മറ്റേ ഔട്ട്ലെറ്റുകൾ വെച്ച് പൂട്ട് വന്നു. ആ പൂട്ടുന്നതിന് പകരം പുതിയ മോഡേണൈസ് ചെയ്തിട്ടുള്ള ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കി വെക്കുകയാണ്. ഇവിടെ ദേ ഉള്ളൂരുണ്ട്, ദേ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിലുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ട് മനുഷ്യനെ പറ്റിക്കുന്ന ഈ ഏർപ്പാട് നിർത്തിയിട്ട് ഉള്ളതായിട്ട് പറയുക. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? നിങ്ങൾ അഴിമതി നടത്തുന്ന കള്ളം പറഞ്ഞോ, അത് നിങ്ങൾക്ക് നിലനിൽപ്പിൻ്റെ പ്രശ്നം. ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള കള്ളം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം അവരെ വിനാശകാലത്തിലേക്കാണ് അവർ പോകുന്നത് എന്ന് മാത്രമേ എനിക്കിതിനെക്കുറിച്ച് പറയാം. അജിത് കുമാർ, ഇനിയെങ്കിലും SRS പറയും പോലെ ഈ കള്ളങ്ങളും വഞ്ചനയൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് ഈ ഒരു കണക്കുകളും ഒരു ന്യായീകരണത്തിനും അവസ്ഥയില്ല. അജിത് കുമാർ, SRSന് അങ്ങനല്ലേ പറയാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിന്റെ നിലപാടുണ്ട്. താങ്കളുടേതായ നിലപാട്. അല്ല, ഡോക്ടർ വേണുമോഹൻ അദ്ദേഹം പ്രൊഫസറായോണ്ടാണ് അദ്ദേഹം 63 മുതലുള്ള ഡിഗ്രിയുടെ കാലം മുതലുള്ള മദ്യനിരോധനത്തെ കുറിച്ചൊക്കെ പറയുന്നത്. പ്രദീപ് കണക്ക് പറഞ്ഞില്ലേ, ഓരോ വർഷം കൂടിക്കൂടി, അത് മദ്യത്തിന്റെ വില കൂടുന്നതും കൂടിയാണ്. അല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്കും കൂടെ വന്നത് അതോടൊപ്പം SRS എനിക്ക് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ വില കൂടുന്നതോടൊപ്പം തന്നെയാണ് ഈ കൗണ്ടറുകൾ പീപ്പിൾ TV പുറത്തുവിടുന്ന വാർത്തയുടെ. അല്ല, അത് ഈ 8 കൗണ്ടറിന് ഇതുണ്ട്. പല കൗണ്ടറുകൾ അവിടെ പ്രവർത്തിക്കുകയും ചൂണ്ടിക്കാണിച്ചതനുസരിച്ചാണെങ്കിൽ അപ്പടി കള്ളത്തരം. ഒരു കാര്യം, ബഹുമാന്യായ ശ്രീ AK ആന്റണിയുടെ ആ നിരീക്ഷണം ഈ ബാറുകളിൽ വീടുകളിൽ 30% വീടുകൾ ബാറുകളായി മാറി എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹം ഏതെങ്കിലും കണക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നില്ല പറഞ്ഞത്. ഈ വിപത്ത് നമുക്ക് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അതിലേക്ക് അദ്ദേഹം വെളിച്ചം ചൂണ്ടിയിട്ടില്ല. അപ്പോൾ അത് സ്വല്പം അതിശയോക്തിപരമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാം ഒരുപക്ഷെ. അല്ലാതെ എത്ര വീടുകളിൽ നമ്മളിപ്പോൾ പോയി അത്ര പേര് അതിനെക്കുറിച്ച് അപ്പോൾ ശ്രീ ആന്റണി അത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അത് നമ്മൾ എല്ലായിടത്തും എടുത്ത് കോട്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ കൺസംഷൻ കൂടുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മളത് അതിനകത്ത് രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. മദ്യവിപത്ത് ഇപ്പോഴും സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല. അതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഏത് ഈ മദ്യനയത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ മദ്യമെന്ന വിപത്ത് ജയരാജ് കുമാറിന്റെ നാവിൽ നിന്ന് വന്ന ആപ്റ്റ് വേർഡാണ്. നാം ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറയുകയും ചെയ്തു, രാഷ്ട്രീയത്തിനപ്പുറം മദ്യവിപത്തിനെ തടയാൻ നമ്മുടെ ഒരു സർക്കാരിന്റെ നയത്തിനാകുന്നുണ്ടോ? അല്ല, അതിനകത്ത് എത്ര നിയമനിർമ്മാണം. ഉമ്മൻചാണ്ടി ആദ്യം പറഞ്ഞത് തന്നെയാണ് ശരി, മദ്യവർജനം അയാളുടെ മനസ്സിൽ നിന്ന് വന്നതാണ്. അല്ല, അത് കഴിഞ്ഞ ആഴ്ച ഫേസ്ബുക്കിൽ വന്നത് മുൻപൊരിക്കൽ പറഞ്ഞെടുത്ത് വീണ്ടും പോസ്റ്റ് ചെയ്ത് നമ്മളന്ന് ചർച്ച ചെയ്തു തോന്നുന്നു അതിനെക്കുറിച്ച്. ഈ കണക്കുകളിൽ എന്തെങ്കിലും പോരായ്മ നികത്താൻ ഒരു കാര്യമുണ്ടല്ലോ പ്രദീപ്, ഞാൻ പറയട്ടെ, ഒരു നിരോധനം വരുമ്പോൾ മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥയിൽ അതിനെ ലംഘിക്കാനായിരിക്കുമല്ലോ മനസ്സ് വെമ്പുന്ന ഒരു പക്ഷേ പുതിയ തലമുറയ്ക്ക് അതിലേക്ക് ആ ഒരു ട്രാക്കിലേക്ക് വീഴുകയാണോ എന്നുള്ള ഒരു ആശങ്കയുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്, ഇത് അവൈലബിൾ അല്ലെങ്കിൽ അത് ലഭ്യത ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപഭോഗം കുറയും എന്നുള്ള യാഥാർത്ഥ്യം കൂടെ ഉണ്ട്. അത് വരുന്നില്ല. അല്ല, അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ 10% ബാറുകൾ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ബെവറേജസിൻ്റെയോ അല്ലെങ്കിൽ സിവിൽ സപ്ലൈസിൻ്റെയോ കുറച്ച് കൊണ്ടുവന്നാൽ തന്നെ അതിൻ്റെ ലഭ്യത കുറയും. അപ്പൊ സ്വാഭാവികമായിട്ടും പക്ഷേ ഗവൺമെന്റ് ഈ കണക്കുകൾ ഞാൻ അവതരിപ്പിച്ച കണക്കുകൾ എല്ലാം ഗവൺമെന്റ് രീതിയിൽ പഠന സംഘങ്ങൾ നടത്തിയിട്ടുള്ള കണക്കുകളാണ്. ഒരു ഫിഗേഴ്സ് ആൻഡ് ഫാക്ട്സ് നമുക്ക് കള്ളം പറയാൻ പറ്റില്ല. ഇത്രയും കണക്കുകൾ ഇയർ വൈസ് ഒരു നെഗറ്റീവ് തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ നമ്മൾ അതിലേക്കൂടെ ഗുരുതരമായ ഒരു ഇതിലേക്ക് വലിച്ചുകൊണ്ടുന്നുണ്ട്. അതായത് ഈ ലഭ്യത നിയമാനുസൃതമായ മാർഗത്തിൽ കൂടി സോഴ്സിൽ കൂടി ഔട്ട്ലെറ്റ്സിൽ കൂടി ലഭ്യത ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു മാർഗങ്ങൾ തേടി പോകേണ്ടി വരുന്നു. അപ്പം അങ്ങനെയാണല്ലോ ഇപ്പോൾ ഈ അതിർത്തി ജില്ലകളിലൊക്കെ ആൾക്കാരെ കൂടുതലും തമിഴ്നാട് ബോർഡറിലേക്കൊക്കെ പോയിട്ട് അവിടെ ചിലപ്പോൾ വില കുറഞ്ഞ സ്പിരിറ്റും വ്യാജനും ഒക്കെ കഴിക്കേണ്ടി വരും. പിന്നെ വേറെ വലിയൊരു ദുരന്തം ഇവിടെ തന്നെ ഒരുപക്ഷേ ഒരു വലിയ ഭൂതം കാത്തിരിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് പ്രത്യേകിച്ച് ഇലക്ഷനിലേക്കൊക്കെ പോവുകയാണ്. പ്ലീസ്, ഞാൻ തടസ്സപ്പെടുത്തിയില്ല. പിന്നെ കേരളത്തിലെ മദ്യലോബി നമുക്കറിയാം, അവർ ഭീകരമായ ആശങ്കയിലാണ്, ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, കോടികളുടെ നഷ്ടം വർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും ഈ സർക്കാരിനോട് പ്രതികാര ബുദ്ധിയോടെ അവർക്ക് പെരുമാറാൻ കഴിയുള്ളൂ. പക്ഷെ അപ്പോഴും ഉണ്ടല്ലോ അജിത് കുമാർ,
നാം പറയുക, താങ്കൾ ഇതൊക്കെ പറയുമ്പോൾ സർക്കാരിനെയാണ് പറയുന്നത്. സർക്കാർ എന്ന് പറയുന്നതിൽ വെറുതെ നമ്മൾ പറയുന്ന ജെ അജിത് കുമാറിന്റെയും പ്രദീപിന്റെയും SRSന്റെയും അല്ലെങ്കിൽ TG മോഹൻദാസിന്റെയും കണ്ണുകളല്ല. അതിനാണ് അവർക്ക് മൂന്നാം കണ്ണുണ്ടാകണം. അങ്ങനെ സംസ്ഥാനത്തെ മറ്റ് രാജാക്കന്മാരൊക്കെ ശ്രമിക്കുകയും വിഷമദ്യം വരികയും ചെയ്താൽ ഉൽപ്പാദിപ്പിക്കുന്നത് കേരള ഗവൺമെന്റ് അല്ലേ? അതൊന്നും അങ്ങോട്ട് മോഹൻദാസിലൂടെ ഒക്കെ ഒന്ന് പോയിട്ട് അല്ല, അപ്പൊ ഇതോടെ നമുക്ക് സ്വയം തയ്യാറായില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഈ ഒരു വലിയൊരു വിഷമദ്യ ദുരന്തം പോലും സംസ്ഥാനത്ത് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവുമെന്ന് പോലും നമ്മൾ ആശങ്കിക്കേണ്ട സമയമുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് സർക്കാരിനോട് ഒരു പ്രതികാര ബുദ്ധിയോടെ മദ്യമാഫിയയ്ക്ക് സർക്കാരിനോട് പ്രതികാര ബുദ്ധിയുണ്ട്. അപ്പോഴും ജെ അജിത് കുമാർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ കണക്കുകളൊക്കെ പറയുമ്പോൾ താങ്കൾ ഈ കണക്കുകളെ ബേസ് ചെയ്യുമ്പോൾ ഒരു വസ്തുത പറയുന്നതോടൊപ്പം താങ്കൾ പറയുന്ന ഈ വസ്തുതയും ഇപ്പോഴെങ്കിലും ആ സർക്കാരിന്റെ കണ്ണിലൊന്ന് എത്തട്ടെ, കാതിലൊന്ന് കേൾക്കട്ടെ. ഈ പറയുന്ന അവസ്ഥ അത് ജാഗരൂകരാകേണ്ടത് ഈ സർക്കാരാണ്. കഴിയുമോ എന്നുള്ളത് തെളിയിക്കേണ്ടതും. TG മോഹൻദാസ്, ജെ അജിത് കുമാർ അത്തരത്തിൽ പറയുമ്പോൾ കണക്കുകളാണ് ഇവിടെ അടിസ്ഥാനം. ആ കണക്കുകളിൽ എത്ര രാഷ്ട്രീയം കളിച്ചാലും ജനങ്ങൾക്ക് മുന്നിൽ ഈ കണക്കുകൾ കള്ളം പറയില്ല. അതോടൊപ്പം തന്നെ നേരത്തെ കണക്കുകൾ താങ്കളുടെ അറിവിൽ കിട്ടിയിട്ടുണ്ടാകുമ്പോൾ തന്നെ നമുക്കറിയാം അബ്കാരി നിയമപ്രകാരം എന്താണ് ഇഥൈൽ ആൽക്കഹോൾ അടങ്ങിയ അരിഷ്ടം ഒഴികെയുള്ള എല്ലാ മദ്യമെന്ന് നാം പറയുന്നു. ബിയർ, വൈൻ പാർലറുകൾ, വിദേശ മദ്യം, അതിന്റെ FL ലൈസൻസ് അടക്കമുള്ള കള്ളക്കളികൾ FL3 നിന്ന് 11 ആക്കിയതടക്കം. അങ്ങനെ വരുമ്പോൾ അജിത് കുമാർ അടക്കമുള്ളവർ പറയുന്നതൊന്നും ന്യായീകരിക്കപ്പെടാത്തൊരവസ്ഥയിൽ എത്രമാത്രമാണ് സർക്കാരിന് ഇനിയും ഈ അബ്കാരികളുടെ അധിക റോളുകളും അതോടൊപ്പം തന്നെ വിദേശ മദ്യത്തിന്റെ വ്യാജമദ്യ ദുരന്തം, അതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്, അടക്കം പറയുമ്പോൾ ഈ കുറ്റപ്പെടുത്തലുകൾക്കപ്പുറം ക്രിയാത്മകമായ ഒരു സമീപനമല്ലേ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്? TG ഇല്ല, അങ്ങനെ ഉണ്ടാവുകയില്ല പ്രദീപ്. കാരണം സർക്കാർ ആത്മാർത്ഥമായിട്ട് മദ്യ ഉപഭോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഈ പോളിസി കൊണ്ടുവന്നത്. ബ്രീഫായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 4 സ്റ്റാർ ബാറിന് ലൈസൻസ് നിഷേധിച്ചു. അവർ കേസിന് പോയി, കേസ് സുപ്രീം കോടതി വരെ പോയി. അവരുടെ കേസ് വാദിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി പറഞ്ഞു 418 ബാറുകൾ തൊഴുത്തുപോലെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു, അവർക്ക് വരെ ലൈസൻസ് കൊടുക്കുന്നു, എൻ്റെ കക്ഷിക്ക് കൊടുത്തില്ല. അപ്പോൾ സുപ്രീം കോടതി ചോദിച്ചു 418 ഏത് കൊണ്ടുപോകാൻ നോക്കട്ടെ എന്ന് പറയുന്നു. സുബ്രഹ്മണ്യൻ എന്നൊരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സർക്കാരിന് കൊടുത്തൊരു റിപ്പോർട്ടിൽ 418 ബാറുകൾ, അത് സ്റ്റാറൊന്നും ഉള്ളതല്ല, തൊഴുത്തിലും കഷ്ടമാണ്, ഇതിങ്ങനെ പെരുമാറുന്നത് ശരിയല്ല എന്ന് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. അത് വാങ്ങി അവിടെ ഫയലിൽ വെച്ചു. അത് വലിയൊരു വിഷയമായിട്ട് ആരും എടുത്തുമില്ല. ബാറല്ലേ, അതിനിങ്ങനെ വൃത്തികിടക്കെ ഉണ്ടാവും എന്നുള്ള മട്ടിൽ അതങ്ങ് വിട്ടു. പക്ഷേ മുകുൾ റോത്തഗി ഈ പോയിന്റ് എടുത്ത് അടിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു വാർത്തയായി. 418 തൊഴുത്തുകൾ, ഈ 418 തൊഴുത്തുകൾക്കും ലൈസൻസ് പുതുക്കി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ LDF ആരോപണം മുന്നോട്ട് കൊണ്ടുവന്നു, ഇത് കാശ് വാങ്ങിച്ച് ഈ തൊഴുത്തുകൾക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു. ഇതൊരവസരമായിട്ട് കണ്ടുകൊണ്ട് VM സുധീരൻ ചാടി വീണിട്ട് 418 കൊടുക്കരുത് എന്ന് VM സുധീരൻ, കൊടുക്കുമെന്ന് ഉമ്മൻചാണ്ടി. തർക്കം മുറുകി കഴിഞ്ഞപ്പോൾ VM സുധീരനെ തോപ്പിക്കാനായിട്ട് എന്നാൽ പിന്നെ അടുത്ത കുറേ എണ്ണം കൂടെ ചേർത്തിട്ട് 4 സ്റ്റാർ വരെ ഞാനിങ്ങ് നിരോധിക്കും എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ഒരു ചെറിയ കുറിപ്പുമായിട്ട് വന്നിട്ടാണ് ഈ മദ്യനിരോധനം അങ്ങ് പ്രഖ്യാപിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ പുറകിൽ ഒരു ചിന്തയോ പോളിസിയോ, അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചർച്ച ചെയ്തിട്ട് അതേ കാര്യമൊക്കെ ഇരിക്കട്ടെ, നമുക്ക് ഈ മദ്യോപയോഗം ഒന്ന് കുറയ്ക്കണ്ടേ, സംഗതി കൈവിട്ടു പോകുന്നല്ലോ എന്ന് ഉത്തരവാദിത്തോടെ ചർച്ച ചെയ്തിട്ടൊരു പോളിസി എടുക്കാം. അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്തത്. KPCC എക്സിക്യൂട്ടീവിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല. എന്തിന് UDF-നെ പോലും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇത് ഇവർ തമ്മിലുള്ള ചക്രത്തെ പോരാട്ടത്തിൽ ഉമ്മൻചാണ്ടി വന്നിട്ട് ഇരിക്കട്ടെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നിരോധിച്ചു. ഇനി ഇപ്പം കിടന്ന് നിലവിളിച്ചിട്ട് എന്താ കാര്യം? ഞാൻ ആകെ പറയുന്നത് ഇതേ ഉള്ളൂ. ഇന്നിപ്പോൾ പീപ്പിൾ TV ദൃശ്യങ്ങൾ പുറത്തുവിട്ടല്ലോ, അതാരോ സംശയിച്ചതുപോലെ പഴയതാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ന് രാവിലെ ഏകദേശം 11:30 മുതൽ ഈ ദൃശ്യങ്ങൾ പീപ്പിൾ TVയിലുണ്ട്. ഞാനാണ് എക്സൈസ് കമ്മീഷണറെങ്കിൽ ജീപ്പ് എടുത്ത് പോയിട്ട് 20 മിനിറ്റിനകം, മിനിമം അരമണിക്കൂറിനകം ആ അനധികൃത കൗണ്ടർ പൂട്ടി സീൽ ചെയ്യും. അതെന്തുകൊണ്ട് UDF സർക്കാർ ചെയ്യുന്നില്ല എന്നുള്ള അരമണിക്കൂർ മതിയല്ല നടപടിയെടുക്കാൻ. ചെയ്തിട്ടില്ലല്ലോ. ഇന്ന് ഈ നേരമായിട്ടും ആ കൗണ്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ആ ചോദ്യം ഏറ്റവും പ്രസക്തമായി നിൽക്കുമ്പോൾ റെജി ലൂക്കോസ് ഈ ചർച്ചയിൽ ഉരുത്തിരിയുന്നത് ഏറ്റവും അപകടാവസ്ഥയിൽ തന്നെയാണ്. എത്രയൊക്കെ സർക്കാർ ന്യായീകരിച്ചാലും ആ അപകടത്തിന്റെ തോത് തിരുത്താൻ ഇനി സമയമുണ്ടോ? അവിടെയും നാടകം എത്രമാത്രം ശക്തമാണ്? ഒന്ന് ചുരുക്കി. ഇത് ചുരുക്കുക എന്നുള്ളതല്ല, ഇത് നാടകമാണെന്നും ഇതിൻ്റെ നിരർത്ഥകത ബഹുമാനപ്പെട്ട AK ആന്റണി സാറ് 30% വീടുകളിൽ ബാറായതോടുകൂടി തന്നെ പൊളിഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ ജനത്തിന് മനസ്സിലായി. എനിക്ക് ഒരു കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ബാർ മുതലാളിമാരെന്നും ആക്ഷേപിക്കുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ബാർ ഉടമസ്ഥർ
അവർ ഏതാണ്ട് 350ഓളം പേരുണ്ട്. ഇതിനകത്ത് തൊഴിൽ നേടിയിരിക്കുന്ന 75,000-ഓളം നിസ്സഹായരായ മനുഷ്യർ, 1,50,000-ഓളം ഇതിനകത്ത് ഇൻഡയറക്റ്റായിട്ട് ജീവിക്കുന്നവർ. ഇവരൊന്നും മനുഷ്യരല്ലേ? ഇവരുടെ വേതനങ്ങളും ഇവരുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ഗവൺമെൻറ് എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല? അതുപോലെ തന്നെ ഈ ബാർ ഉടമസ്ഥർ എന്ന് പറയുന്നവർ എടുത്തിരിക്കുന്ന ലോണുകൾ അവരെന്നെ കുറ്റവാളികളാണോ? അവർ ഈ സമൂഹത്തിൽ അവർ മാന്യമായിട്ട് ജീവിക്കുന്ന വിഭാഗമാണ് ഈ ബാറിൻ്റെ ഉടമസ്ഥർ. അവർ നിയമപരമായി ലൈസൻസ് എടുത്ത് ഫീസ് കൊടുത്ത് 1 രൂപ പോലും ടാക്സ് ഒട്ടിക്കാൻ നടത്തുന്നത് കേരളത്തിൽ മാന്യമായി നടത്തുന്ന ഒരു ബിസിനസ്സാണ് ഈ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഭാഗത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് കേരളത്തിലെ UDF ഈ ഭരണക്കാരും കേരളത്തിലെ ജനങ്ങളെടുത്ത് കാണിക്കുന്നത് ഒരു സ്വയം മുഖം വികൃതമാക്കുന്നതിന് തുല്യം. അതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇവർ തിരുത്തുക എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം തിരുത്താനായിട്ട് ഇവർ ബാർ നിരോധിച്ചിട്ടില്ല. LDF കൊണ്ടുവന്നിരിക്കുന്ന മദ്യവർജനമാണ് കേരളത്തിൽ പ്രാപ്യമായിട്ടുള്ളത്. തീരുമാനിക്കേണ്ടതുമാണ്. ജെ അജിത് കുമാർ, സമയത്തിന്റെ പരിമിതിയാണ്, നാം ചർച്ച അവസാനിപ്പിക്കുമ്പോൾ SRS ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് ഈ ചർച്ചയിൽ ഉരുത്തിരിയുന്നത് എത്രയൊക്കെ അവർക്ക് അവരുടേതായ ന്യായീകരിക്കേണ്ട ചില നിലപാട് തറകൾ ഉണ്ടായിരിക്കാം. ഈ പോളിസി പ്രകാരം ഈ ചർച്ചയിൽ പങ്കെടുത്തവരൊക്കെ പറയുന്ന കാര്യം പീപ്പിൾ TV പുറത്തുവിട്ട വാർത്തയെക്കുറിച്ച് അടിയന്തര നടപടി വേണം എന്നുള്ളതോടൊപ്പം തന്നെ ഈ പോളിസി കൊണ്ട് സംസ്ഥാനത്ത് മദ്യവർജനം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകാൻ പര്യാപ്തമല്ല. മദ്യലഭ്യതയുടെ കണക്ക് വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. വരുമാനത്തിന്റെ കണക്കുകൾക്കപ്പുറത്തേക്ക് അതിനൊരു തിരുത്താണ് ആവശ്യമെങ്കിൽ ആ തിരുത്ത് എങ്ങനെയാണ്? രാഷ്ട്രീയത്തിന്റെ ഈ കള്ളക്കളികൾക്കപ്പുറം മദ്യമില്ലാത്തൊരു കേരളമാണെങ്കിൽ ലക്ഷ്യം ഏതു തരത്തിൽ പോകണം? അതായിരിക്കണം എല്ലാ തീരുമാനങ്ങളുടെയും അടിസ്ഥാനമാകേണ്ടത്, രാഷ്ട്രീയ കളിയല്ല. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.